ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ കയ്പ്പയ്ക്ക കൊണ്ടുള്ള ഒരു ഡ്രൈ കറിയാണ് കാണിക്കുന്നത്, ഒരു സബ്ജിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചപ്പാത്തിയൊപ്പൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണത്. അപ്പോൾ ഇത് ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്കൊരു ആൻറ്റി പറഞ്ഞെന്ന ഒരു റെസിപ്പിയാണത്. അപ്പോൾ അവർ ട്രെയിൻ യാത്രയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സാധാരണ ഒരു കയ്പ്പയ്ക്കയുടെ ഒരു സബ്ജിയാണെന്നാണ് അത് പറഞ്ഞത്. അവരതാണ് അന്ന് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള സബ്ജിയായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുക അല്ലെങ്കിൽ 1-2 ദിവസത്തിന് യാത്ര ചെയ്യുമ്പോഴൊക്കെ കൈ പിടിക്കാൻ പറ്റിയ ചപ്പാത്തിക്കൊപ്പം അതുപോലെ തന്നെ പൂരിയുടെ ഒപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ്. പൂരിയുടെ ഒപ്പം ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാൻ നമ്മൾ ട്രെയിൻ യാത്രയ്ക്കും അങ്ങനെയുള്ള പുറത്തേക്കൊക്കെ പോകുമ്പോൾ കൈ പിടിക്കാൻ പറ്റുന്ന ഒരു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സബ്ജിയാണത്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും ഉണ്ടെങ്കിൽ ഭക്ഷണം അടിപൊളിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ അതിനടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കണ്ട. പ്രത്യേകിച്ച് ഒരു അളവ് നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്ര കയ്പ്പയ്ക്ക എടുക്കുക. അപ്പോൾ യാത്രയ്ക്കൊക്കെ വെച്ചാൽ നമുക്ക് എത്ര ഒരു ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് എങ്ങനെ കൊണ്ടുപോകേണ്ടത് വെച്ചാൽ ആ ഒരു രീതിയിൽ എടുത്താൽ മതി. അപ്പം ഞാനിവിടെ ഇപ്പോൾ 2 പേർക്കുള്ളൊരു സബ്ജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 3 കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. കയ്പ്പയ്ക്ക നമ്മൾ നന്നായി കഴുകിയെടുക്കണം. കഴുകിയെടുക്കുമ്പോൾ നമ്മൾ നല്ല ഇതിങ്ങനത്തെ കയ്പ്പയ്ക്ക പോലുള്ള ഇതുപോലത്തെ വെജിറ്റബിൾസ് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് കേട്ടോ. കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പുതിയൊരു ടൂത്ത് ബ്രഷ്, അത് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂത്ത് ബ്രഷ് ഇതിനായിട്ട് വെക്കുക. കാരണം ഇതിൻ്റെ ഇടയിലൊക്കെ ഈ പെസ്റ്റിസൈഡ്സ് പോയിരുന്നാൽ നമ്മൾ ഇങ്ങനെയൊക്കെ കൈകൊണ്ട് കഴുകിയാലും അത് പോവില്ലല്ലോ. അപ്പോൾ ടൂത്ത് ബ്രഷ് കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ ഉരച്ചിട്ട് കഴുകാവുന്നത്. അപ്പോൾ അത് നല്ലതായിട്ട് ക്ലീൻ ആവും. ഞാൻ ഇതിന് മുന്നിട്ട കയ്പ്പയ്ക്ക റെസിപ്പീസിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ഞാൻ അതിന് മുന്നേ കയ്പ്പയ്ക്ക ചപ്പാത്തിയൊപ്പം കഴിക്കാനും ചോറിനൊപ്പം കഴിക്കാനും ഒക്കെ ഉള്ളത് ഇട്ടിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ചെറുതായിട്ട് ഇതൊന്ന് അരിയുക. പിന്നെ കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്കയാണ് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇതിപ്പോൾ അത്യാവശ്യം ഒരു ചെറിയൊരു കയ്പ്പുള്ള കയ്പ്പയ്ക്കയാണ് കേട്ടോ. കാരണം നല്ല പച്ച കളറാണത്. അപ്പോൾ നല്ല കടും പച്ച കളറുള്ള കയ്പ്പയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ല കയ്പ്പായിരിക്കും. കുറച്ചൊരു വെള്ള രാശിയില്ല, വെളുത്ത കയ്പ്പയ്ക്ക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതായത് ഒട്ടും അങ്ങനെ പച്ച കളറില്ലാത്ത ഒരു ലൈറ്റായിട്ടുള്ളൊരു കളറുള്ള കയ്പ്പയ്ക്ക, ഒരു ലൈറ്റ് ഗ്രീൻ ആയിരിക്കും. ഇതിനേക്കാൾ ലൈറ്റായിരിക്കും. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം കയ്പ്പുള്ളത് തന്നെയാണ്. അപ്പോൾ നല്ല വെളുത്ത രാശിയുള്ള കുറച്ച് കയ്പ്പയ്ക്ക കിട്ടും, ഒരു വെളുത്ത കളറുള്ള കയ്പ്പയ്ക്ക കിട്ടും. ആ ഒരു കയ്പ്പയ്ക്ക ആകുമ്പോൾ അധികം ഒട്ടും കയ്പ്പുണ്ടാവില്ല. അപ്പോൾ അത് നോക്കിയെടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. അപ്പോൾ അതാ ഞാനിതൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇത് 2ആയിട്ട് കയ്പ്പയ്ക്ക കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ കാമ്പ് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞെടുത്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അരിഞ്ഞതാണിത്. വളരെ സോഫ്റ്റ് കാമ്പാണ്. അത് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാച്ചാൽ അത് കാമ്പ് കളയാതെ തന്നെ ഇത് കൂടെ നമുക്ക് അരിഞ്ഞിടാവുന്നതാണ് കേട്ടോ. ഞാനത് കളഞ്ഞു, എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇനി നമുക്കിതിൻ്റെ കയ്പ്പ് കൂടുതലുള്ളതാ വെച്ചാൽ അതിൻ്റെ കയ്പ്പ് കുറച്ചൊക്കെ ഒന്ന് കയ്പ്പ് കളയാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പിടുക, കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ടൊരു 10-15 മിനിറ്റ് വയ്ക്കാം. കയ്പ്പ് ശരിക്കും ഇതിൻ്റെ കളയാൻ പാടില്ല. അതാണ് കയ്പ്പയ്ക്കയുടെ ശരിക്കുള്ള ഗുണം തന്നെ. അപ്പോൾ കയ്പ്പ് നമ്മുടെ അകത്ത് ചെല്ലുന്നത് അത്രയും ശരീരത്തിന് നല്ലതാണ്. പക്ഷെ പല ആൾക്കാർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് കളയുക എന്ന് ഞാൻ കാണിക്കാം. ശേഷം ഉപ്പിടുക, ഇതിലേക്ക് വെള്ളം ഒഴിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് നേരം നമുക്കിതിങ്ങനെ വയ്ക്കാം. 10-15 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അപ്പോൾ കയ്പ്പയ്ക്കയുടെ കുറേയൊക്കെ കയ്പ്പ് പോയി കിട്ടും. പിന്നെ ചില ആൾക്കാർ ഇത് ചെയ്യും, കയ്പ്പയ്ക്ക അങ്ങനെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ്. അപ്പോൾ ഇതിനേക്കാൾ കട്ടിയിൽ അത് അരിയും കേട്ടോ, ഇത്ര ഈ കനത്തിലല്ല. തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 10-20 മിനിറ്റ് അതിങ്ങനെ സിമ്മിൽ വെച്ചിട്ട് തീ കുറച്ചിട്ട്
അങ്ങനെ തിളപ്പിക്കും. ഇവിടേക്കുള്ള ആൾക്കാർ ചെയ്യുന്നതാണത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും കയ്പ്പയ്ക്കയുടെ കയ്പ്പ് നല്ല പോയി കിട്ടും. അപ്പോൾ അതാ ഞാൻ വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു സവാള ചേർക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ യാത്രയ്ക്കാണ് ഉപയോഗിക്കണമെങ്കിൽ ഇത് സവാള ഉപയോഗിക്കേണ്ട. സവാള ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കേടുവരും. അപ്പോൾ ഒരു ദിവസമൊക്കെ രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം വരെയൊക്കെ ഇരിക്കുമായിരിക്കും. അതിൽ കൂടുതൽ ഇരിക്കില്ല. സവാള വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറി കേട് വരും. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുക വെച്ചാൽ സവാള ഉപയോഗിക്കാം. അപ്പോൾ അന്ന് അവരുപയോഗിച്ചാൽ സവാളയൊന്നും അവർ ഉപയോഗിച്ചായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു സവാള ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് സവാള ഇല്ലാതെയും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇതിലേക്ക് ഏറ്റവും ടേസ്റ്റ് കടുകെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ ചേർക്കാം. ഞാനിപ്പോൾ കടുകെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കടുകെണ്ണയാകുമ്പോൾ ഞാൻ സാധാരണ പറയാറില്ലേ, നല്ല ചൂടായിട്ട് ഇതുപോലെ പുക വരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്തണ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് വരും. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പെരുംജീരകമാണ്, അതായത് വലിയ ജീരകം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ വലിയ ജീരകം. ഇത് ഒഴിവാക്കരുത്. ഇതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, പക്ഷെ ഇത് എന്തായാലും ചേർക്കണം. പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇതിലേക്ക് നമുക്ക് സവാള ചേർക്കാം. ഈ സവാളയുടെ കൂടെ തന്നെ ഇതും ചേർക്കുകയാണ്. സവാള കുറേ നേരിട്ട് വഴറ്റൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് പോകുമ്പോൾ നമുക്ക് ഇതങ്ങോട്ട് ചേർക്കാം. ബ്രൗൺ ആവുമൊന്നും വേണ്ട. എനിക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം ഓയിലിന് നിങ്ങൾ എത്ര സാധാരണ ഉപയോഗിക്കാറ് വെച്ചാൽ ആ ഓയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ, അത്ര ഒഴിച്ചാൽ മതി. ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ, വളരെ കുറച്ച് പൊടികൾ ഇതിലേക്ക് ചേർക്കാനുള്ളൂ. മല്ലിപ്പൊടി ഒരു 1.5 സ്പൂൺ ചേർക്കുക. പിന്നെ കുറച്ച് മുളക് പൊടി, അധികം വേണ്ട, കുറച്ച് മുളക് പൊടി ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ ഗരം മസാല ഒന്നും ചേർക്കില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ അവർ ഉണ്ടാക്കിയതിൽ ഡ്രൈ മാംഗോ പൗഡർ ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സാധാരണ ഇങ്ങനെ ഇതിൻ്റെ ചപ്പാത്തി കറി ഉണ്ടാക്കുമ്പോൾ അതിൽ ഡ്രൈ മാംഗോ പൗഡർ, അതേപോലെ തന്നെ പെരുംജീരകം, ഇത് രണ്ടും ചേർക്കാറുണ്ട്. അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ആ കയ്പ്പയ്ക്കയുടെ ആ ഒരു ഇതിനായൊന്ന് ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇത് ഡ്രൈ മാംഗോ പൗഡർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. നന്നായിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുത്താൽ മതി, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കയ്പ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റൊക്കെ നോക്കി എല്ലാം കറക്റ്റാണ്.
നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അത് ഓപ്ഷണലാണ്. അപ്പോൾ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ ഇതുപോലെ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡ്രൈ എന്താ പറയുക, കയ്പ്പയ്ക്ക ഫ്രൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഒരു അച്ചാറും കൂടി ഉണ്ടായാൽ മതി. പൂരിയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.